പൊന്നുപോലെ ബിലാലെ ഒരൊറ്റ കാര്യം പറയാം, മേരി ടീച്ചർക്ക് കൊച്ചിയിൽ വേറെയും ഉണ്ട് മക്കൾ. ആ മക്കളെ ഇറങ്ങി നിന്നാൽ സായിപ്പിടോണിയുടെ മുട്ടിന്റെ ചിരട്ട കാണൂല. ഞങ്ങളാകെ കാരക്കാമുറി ഷൺമുഖനാണ്, ഞങ്ങളാകെ ബിലാലാണ് എന്നൊക്കെയാണ് ഈ ചില ഉച്ചാളി ചട്ടമ്പികളുടെ വിചാരം. ഇന്നലത്തോടെ മണ്ണാർക്കാട്ട സർവത്ര മനുഷ്യർക്കും ബോധ്യായി കാരക്കാമുറി ഷൺമുഖനുമല്ല ബിലാലുമല്ല പടക്കം ബഷീർ മാത്രാണ് എന്നുള്ളത് ഈ നാട്ടിലെ അവസാനത്തെ മനുഷ്യനും ബോധ്യായി. പടക്കം ബഷീറാണ്. ഇനി പോട്ടെ പറയുകയും ഞാൻ പടക്കം ബഷീറല്ല, ഞാൻ വീണ്ടും ബിലാലാണെന്ന്. അങ്ങനെയാണ് ആയിക്കോട്ടെ, ബിലാലാണെന്ന് തന്നെ വെച്ചോ. ഇനി ബിലാലാണെങ്കിൽ ബിലാലിനോട് ഒന്ന് പറയാം, ബിലാലി അരട്ടൗസറിട്ട് അങ്ങാടി കൂടെ നടന്ന കാലം ഉണ്ടായിരുന്നു. ആ നടന്ന കാലത്ത് ബിലാൽ ഒരു ബിലാലും ആയിരുന്നില്ല. ആ ബിലാലിനെ അരട്ടൗസറിട്ട കാലത്ത് മേരി ടീച്ചർ കൂട്ടിക്കൊണ്ടുപോയി. മേരി ടീച്ചർ കൂട്ടിക്കൊണ്ടുപോയി തിന്നാൻ കൊടുത്തു, കുടിക്കാൻ കൊടുത്തു, നേരെ നിവർന്നു നിൽക്കാൻ പ്രാപ്തനാക്കി. അങ്ങനെ ബിലാല് ബിലാലായി മാറിയത്. അങ്ങനെ നേരെ നിൽക്കാൻ പ്രാപ്തമായതിനു ശേഷം ബിലാലി സായിപ്പിടോണിയായി മാറി. മേരി ടീച്ചറുടെ തലയ്ക്ക് കുണ്ടറിയാൻ ആളെ പറഞ്ഞു വിട്ടാൽ പൊന്നുപോലെ ബിലാലെ ഒരൊറ്റ കാര്യം പറയാം, മേരി ടീച്ചർക്ക് കൊച്ചിയിൽ വേറെയും ഉണ്ട് മക്കൾ. ആ മക്കളെ ഇറങ്ങി നിന്നാൽ സായിപ്പിടോണിയുടെ മുട്ടിന്റെ ചിരട്ട കാണൂല. അത് ചെയ്യാനും പറയാനും ഈ നാട്ടിലെ മേരി ടീച്ചറുടെ മക്കൾക്ക് അറിയാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഏർപ്പാട് ഇവിടെ അവസാനിപ്പിച്ചുകൊള്ളാൻ കർശനമായി തന്നെ മണ്ണാർക്കാട്ടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട്